അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെൻപതില്ലയേ ഉച്ചിമീത് വാനിടിന്ത് വീഴുകെன்ற പോതിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെൻപതില്ലയേ. സുബ്രഹ്മണ്യ ഭാരതിയുടെ വരികൾ. ഭയമില്ല, ആകാശം ശിരസിൽ വീണ് പൊടിഞ്ഞാലും എനിക്ക് ഭയമില്ല. സ്വാഗതം. നിർഭയമായ മനസ്സോടെ ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. എന്തിനാണെന്ന് പേടിയെക്കുറിച്ച് ഭയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയെന്നല്ലേ? അതിലൊരു കഥയുണ്ട്. ആ കഥ അറിയുന്നതിന് മുൻപ് ഈ ദിവസത്തെ ആദരണീയരായ ജൂറി അംഗം ശ്രീ കാവാലം ശ്രീകുമാർ, നമസ്കാരം സർ. അവർ IT ഗൈഡ് നിമി എരൻഗോപൻ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ അതിഥി ആരാണെന്ന് നമുക്കിനി കാണാം. താടിയിൽ ചിന്തയുടെ തേനീച്ച കൂട് വളർത്തിയ തലയെടുപ്പുള്ള ഒരുപാട് തലപ്പാവുകൾ സ്വന്തമായുള്ള ശ്രീ മധുപാൽ, പ്ലീസ് വാക്ക് ഇൻ. കണ്ടതിൽ വളരെ സന്തോഷം. എനിക്കും സുഖം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരസ്പരം സംസാരിക്കാനുണ്ട്. അത് ഈ കസേരയിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് ഉചിതം. താങ്കളെപ്പോലെ അതിഥിയെ നിർത്തി സംസാരിക്കുന്നതിനകത്ത് ഔചിത്യക്കുറവുണ്ട് അല്ലേ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് അതിന് മുൻപ് യാഗഭൂമി താണ്ടി വരാം. യെസ് പ്ലീസ്. ശ്രീ മധുപാൽ, യാഗം ആരംഭിക്കാം. എന്താണ് അതിലെഴുതിയിരിക്കുന്ന വിഷയം? അമ്മ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ താങ്കളോടൊരു വാചകം പറയുന്നത്. ആ വാചകം ഇതാണ്. അമ്മ എന്ന പ്രശസ്തമായ കവിത എഴുതിയത് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ശരിയോ തെറ്റോ? അദ്ദേഹം യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ പിൻവാങ്ങുമോ അത് അദ്ദേഹത്തിന്റെ തീരുമാനം. പക്ഷേ പ്രേക്ഷകരോട് എനിക്ക് നൽകാനുള്ള ഈ ദിവസത്തെ ആദ്യത്തെ സൂചന നൽകേണ്ടത് എന്റെ തീരുമാനമാണ്. യെസ് ഓർ നോ? ലെറ്റ്സ് സീ. Yes is the sign. Congratulations, Mr. Madhubal, for your decision. So, ശ്രീ മധുപാൽ, താങ്കൾ ഒരു പേര് മനസ്സിൽ വിചാരിച്ചു. ആ പേര് ജൂറി അംഗീകരിക്കുന്നു. അപ്രൂവ്ഡ്. നിമി അരുൺഗോപൻ, ശ്രീ മധുപാലിന് ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ പറയാൻ 6 തവണ വരെ സഹായിക്കാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ തയ്യാറാണോ? തയ്യാറാണ്. അതിന് മുമ്പ് ഒരു കഥയുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ കൃത്യമായി പറഞ്ഞാൽ 2001 ഓഗസ്റ്റ് മാസം 12-ാം തീയതി സംപ്രേഷണം ചെയ്ത അശ്വമേധത്തിന്റെ എപ്പിസോഡാണ്. അശ്വമേധത്തിന്റെ 13-ാമത്തെ എപ്പിസോഡ്. അന്ന് കൈരളി ടിവിയുടെ ആദ്യകാലം ചിത്രാഞ്ജലിയിലായിരുന്നു നമ്മൾ ചെയ്തത്. അന്ന് മധുപാൽ മനസ്സിൽ ഓർമ്മിച്ചു വന്നത് ചാക്കോയെയാണ്. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണ്. യെസ്. ഇന്ത്യൻ? നോ. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സായോ? അതിൽ കൂടുതലുണ്ട്. ഏഷ്യൻ? അല്ലല്ലോ. അല്ല. യൂറോപ്യൻ? Congratulations, Sri Madhubal. You have won ₹25,000 from Mir Realtors. പറയൂ, ആരെയാണ് താങ്കൾ വിചാരിച്ചത്? താങ്കൾ വിചാരിച്ച സംഭവം നല്ലതെന്നോ മോശമെന്നോ കൃത്യമായി വേർതിരിച്ച് പറയാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അത് സംഭവങ്ങളുടെ കൂട്ടത്തില് ചിലത് നമുക്ക് അബ്രപ്റ്റായി നല്ലതെന്ന് പറയാം, ചിലത് അബ്രപ്റ്റായി മോശമെന്ന് പറയാം, ചിലത് രണ്ടും പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ചില ഡിപ്പെൻഡ് അത് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരോ. ഞാൻ ചോദിച്ചത് ഇപ്പൊ ഒരു കൊലപാതകം ഒരിക്കലും നല്ല സംഭവം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ആറ്റം ബോംബിന്റെ കണ്ടുപിടുത്തം, അത് നല്ലതെന്നും പറയാൻ പറ്റില്ല, മോശമെന്നും പറയാൻ പറ്റില്ല. കാര്യം ചിലർ നല്ലതെന്ന് പറയും, ചിലർ മോശമെന്ന് പറയും അല്ലേ? ഓരോന്നിനും ഓരോ കാഴ്ചപ്പാടുണ്ട്, ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഇത് അങ്ങനെയുള്ളൊരു സംഭവമാണ്, 2 മുഖങ്ങളുള്ളൊരു സംഭവമാണ് അല്ലേ? ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്. ആണ്. കേരളത്തിൽ നടന്ന സംഭവം? ഒരു രാഷ്ട്രീയ സംഭവം അല്ല. മത്സരം അവസാനിച്ചാലും മധുപാലിന്റെ മികവ് അവസാനിക്കുന്നില്ലല്ലോ.
ശ്രീ മധുപാൽ മധുരമായ ചിന്തകളോടെ അവശേഷിപ്പിച്ച ഈ അരങ്ങിലേക്ക് ഇനിയെത്തുന്നത് വീണ്ടും ഒരു അതിഥിയാണ്. മലയാളിക്ക് തൻ്റെ ഊർജ്ജസ്വലമായ ചിന്തകൾ കൊണ്ടും പൊതുധാര പ്രവർത്തനം കൊണ്ടും പരിചയസമ്പന്നയായ ആ അതിഥിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി ബിന്ദു കൃഷ്ണ. പ്ലീസ് വാക്ക് ഇൻ. ശ്രീമതി ബിന്ദു കൃഷ്ണ, കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്കളോടുള്ള എൻ്റെ വാചകം ഇതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഒമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, ഞാൻ ഒരു കുറച്ച് കുശലങ്ങൾ അന്വേഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. പെൺകരുത്തിന്റെ ശബ്ദമുണ്ട്, അറിവിനോടുള്ള ഊർജമുണ്ട്, ആത്മാർത്ഥതയുണ്ട്, ഒരു പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്തും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ എന്നും സിംഹക്കൂട്ടിൽ പെട്ടുപോകുന്ന ഒരു